മന്ത്രി വി എൻ വാസവൻ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം ഈ അവിടുത്തെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നതിനുള്ള ചുമതലക്കാരൻ കൂടിയാണ്. ശ്രീ വി എൻ വാസവൻ, നാളെ എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കും മുൻഗണന കൊടുക്കുക? ഇന്ന് സർവകക്ഷി യോഗത്തിലെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളുണ്ട്. അതിലൊന്ന്, നമുക്കിനി അവശേഷിക്കുന്ന ബോഡികൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതും, ബന്ധുക്കൾ ആരും വരാത്ത കേസുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് പ്രോട്ടോകോൾ അനുസരിച്ച് മറവിയേണ്ട ദിവസങ്ങൾ കഴിഞ്ഞാൽ മറവിയാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക. ഒപ്പം നമ്മുടെ ബെയിലി പാലം തീർന്നതിന്റെ ഭാഗമായി JCB ഹിറ്റാച്ചി എല്ലാം അങ്ങനെയൊക്കെ കയറാനുള്ള സൗകര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായി ഇനി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അതുപോലെ കെട്ടിടത്തിനടിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങിക്കിടന്നു, അതെല്ലാം പരിശോധിക്കാൻ വേണ്ടിയുള്ള അടിയന്തര സംവിധാനങ്ങളോടുകൂടിയ നീക്കങ്ങൾ നടത്തുക. ആ തെരച്ചിലുകൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുക. പിന്നീട് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് മരുന്ന്, ഭക്ഷണം, വസ്ത്രം ഇതെല്ലാം കൃത്യമായി കൊടുക്കുകയും മറ്റു രൂപത്തിലുള്ള പകർച്ചവ്യാധികളൊന്നും വരാതിരിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള മുൻകരുതലോടുകൂടിയ പ്രവർത്തനം നടത്തുക. മറ്റൊന്ന്, ആശുപത്രിയിൽ കഴിയുന്നതും അതുപോലെ ക്യാമ്പുകളിൽ കഴിയുന്നതുമായ ബന്ധുജനങ്ങളുണ്ട്. ഈ രംഗം കണ്ടോടി ഭയന്നവരും അതുപോലെ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരുമായ ആളുകൾക്ക് കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ച് അവരുടെ പഴയ ജീവിതത്തിലേക്ക് വരാൻ കഴിയൂ. അതിന് പ്രത്യേകമായ ടീമിനെ വെച്ച് കൗൺസിലിംഗ് കൊടുക്കാനായിട്ടുള്ള സുപ്രധാനമായ തീരുമാനമെടുക്കുകയുണ്ടായി. കൂടുതൽ ഏതെങ്കിലും രൂപത്തിലുള്ള പരിചരണം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉയർന്ന സംവിധാനത്തിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി. പിന്നീട് കുട്ടികളുടെ വിദ്യാഭ്യാസം, ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യവും സ്കൂളുകളും നഷ്ടപ്പെട്ടവരുണ്ട്. ആ ഒരാൾക്ക് പോലും വിദ്യാഭ്യാസം നഷ്ടപ്പെടാതിരിക്കാൻ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ട ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്ന് അതിന് ക്രമീകരണം ഉറപ്പാക്കി അവരുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഇനിയും തിരിച്ചു വീടുകളിലേക്ക് പോകാൻ കഴിയാത്തവരെ സംബന്ധിച്ചോളം അവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യം ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കുക. അതുവരെ അവർ ക്യാമ്പിൽ കഴിയുക. ക്യാമ്പിൽ കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും ഉറപ്പാക്കി ആ തരത്തിൽ അവരെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. പിന്നീട് ഈ കാര്യത്തിൽ ഏതെങ്കിലും വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ് വീടുണ്ട് പോകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമായ സൗകര്യം ഇപ്പോൾ ഒരുക്കുകയും ഭാവിയിൽ മാസ്റ്റർ പ്ലാൻ വരുമ്പോൾ അവരെ അടക്കം പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നീട് 4 മന്ത്രിമാർ അവിടെ കേന്ദ്രീകരിച്ച് തുടർന്ന് കുറെ ദിവസങ്ങൾ കൂടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മന്ത്രിസഭ ഉപസമിതി തീരുമാനിച്ചു. ആ കൂട്ടത്തിൽ തന്നെ 2 IAS ഉദ്യോഗസ്ഥന്മാരെ സ്പെഷ്യലായി ഗവൺമെന്റ് നിയോഗിക്കുകയുണ്ടായി. തുടർന്ന് നാളെ മുതലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഉദ്യോഗസ്ഥ പ്രമുഖരാണ്. പിന്നീട് ഏതെങ്കിലും തരത്തിൽ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് മെഡിക്കൽ ടീം പോകേണ്ടതുണ്ടെങ്കിൽ പകർച്ചവ്യാധികൾ ഏതെങ്കിലും പ്രദേശത്ത് പടർന്നു പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതേപോലെ തന്നെ മറ്റ് ജീവികൾ എവിടെയെങ്കിലും കത്തുകിടക്കുന്ന സ്ഥിതിവിശേഷം വന്നാൽ കുറെ കഴിയുമ്പോൾ അതെല്ലാം പകർച്ചവ്യാധികൾ പിടിപെടാൻ ഇടവരുന്ന അവസരം ഉണ്ടാകും. അത്തരം കേസുകളുണ്ടെങ്കിൽ അത് തെരഞ്ഞു പിടിച്ച് മറവിയാൻ ആവശ്യമീകരണം ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുടർന്ന് നമുക്കവിടെ സൈന്യവും ഒപ്പം ഫയർഫോഴ്സും പോലീസും NDRFും എല്ലാം ചേർന്നുള്ള ടീം പ്രവർത്തനം അടുത്ത ദിവസങ്ങൾ കൂടി തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ലോക്കലായിട്ടുള്ള സന്നദ്ധ സംഘടനകളുടെ സപ്പോർട്ട് തരാൻ മുന്നോട്ട് വരുന്നവരെയൊക്കെ കൂടി സഹകരിപ്പിച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സാധന സാമഗ്രികളുമായിട്ടുള്ള ആളുകൾ വരുന്നതിനെ സംബന്ധിച്ച് ചില നിയന്ത്രണങ്ങൾ, ചില ആളുകൾ പഴകിയ വസ്ത്രങ്ങളോ ഉപയോഗിച്ച വസ്ത്രങ്ങളോ ഒക്കെ കൊടുത്തുവിടുന്ന അത്തരം ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ മറ്റു സ്ഥലത്തുനിന്നുള്ള സഹായങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർമാർ മുഖാന്തരം വയനാട്ടിലെ കളക്ടറെ ഏൽപ്പിക്കുന്ന രൂപത്തിലേക്ക് എത്തി അത് പൊതുവായ രൂപത്തിൽ വിതരണം ചെയ്യുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുക. തുടർന്ന് ബാക്കി കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ഈ 4 അംഗ ഉപസമിതി കൂടിയാലോചിച്ച് ഡേ ടു ഡേ കാര്യങ്ങൾ പരിശോധിച്ചും കൂടുതൽ കാര്യങ്ങൾ വേണ്ടത് സംബന്ധിച്ച് ക്യാബിനറ്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങൾ എല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങൾ കൂടി അതീവ ജാഗ്രതയോടുകൂടി യുദ്ധകാലാടിസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. അതിലിപ്പോ സൈന്യം മിനിസ്റ്റർ ഒരു കാര്യം കൂടി എത്ര പേരെ കാണാതായി എന്നതിനെ കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് അത് ഏത് രീതിയിൽ നടത്തുവാനാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം? ഇതുവരെ 206 എന്നുള്ളതാണോ ഔദ്യോഗികമായിട്ട് പറയുന്നത്? ഇപ്പൊ പറയുന്നതനുസരിച്ച് 296 പേര് മരിച്ചതായി കണക്കാക്കുന്നുണ്ട്.
അതിലിനി കണ്ടെത്താനുള്ളത് 180, 200 ഇടയ്ക്ക് വരാം എന്ന രൂപത്തിൽ ഒരു കണക്ക് വന്നു. അത് കുറെ കൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ രജിസ്റ്ററിലുള്ള സങ്കേതം വെച്ചും ആ താമസിച്ചിരുന്ന എത്ര വീടുകളുണ്ടെന്ന് ആ വാർഡിലെ മെമ്പർമാരുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന കണക്കുകൾ എടുത്തു വെച്ചും അതിൽ കണ്ടെത്തിയവരെ കണ്ട് കൃത്യമായി അടയാളപ്പെടുത്തിയും ഇനി കാണാൻ അവശേഷിക്കുന്നവർ എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി ഒരു പ്രത്യേക വിങ് രൂപം കൊടുത്തിട്ടുണ്ട്. അവരാ പ്രവർത്തനം ഇത് മാത്രം ചെയ്ത് കൃത്യമായി നമുക്ക് കണ്ടെത്താനുള്ളവരെ കണ്ടെത്താൻ, കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയത്തക്ക രൂപത്തിലേക്ക് ആ പരിശോധന നടത്താൻ പ്രത്യേകമായ ഒരു സംവിധാനവും ഇന്നുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ ഇന്നുണ്ടായ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ഈ ബേരി പാലം തീർത്തു എന്നുള്ളതാണ്. മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് സൈന്യം, സുദീർഘമായ സേവനമാണ് ആ രംഗത്ത് അവർ കൈവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കരെ നമുക്ക് മണ്ണിനടിയിൽ കിടന്നിട്ടുള്ള സാധനങ്ങളൊക്കെ പൊക്കിയെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ JCB, ഹിറ്റാച്ചി എല്ലാം കടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ശരി മിനിസ്റ്റർ, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് നന്ദി. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് ഇപ്പോൾ